ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. നമ്മുടെ മണിച്ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ. മാർച്ച് 6 ആ ഒരു ദിവസം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ വിട്ടുപോയ നമ്മുടെ മണിച്ചേട്ടൻ. ആ മുഖത്തേക്ക് നോക്കി. സിനിമയിൽ കണ്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ, ഈ ഒരു മുഖവും ഈ ഒരു മനുഷ്യനെയും നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. ഒരു അതുല്യ കലാകാരൻ എന്നൊക്കെ ഉപരി മനുഷ്യത്വമുള്ളൊരു മനുഷ്യൻ. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം പറയാൻ വാക്കുകളില്ല. ഇപ്പോഴും നോക്കിയേ, ചിരിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ട, എല്ലാവർക്കും ടാറ്റ കൊടുത്ത് നിൽക്കുന്ന നിപ്പ് നമ്മളെ വിട്ട് പോയിട്ടില്ല കേട്ടാ. ശരിക്കും നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ചാലക്കുടിയിൽ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടനാണ്. ഇതാ മണിച്ചേട്ടൻ്റെ സഹോദരങ്ങൾക്ക് മേടിച്ചു കൊടുത്ത വണ്ടി മണിച്ചേട്ടൻ്റെ വണ്ടി തന്നെയാണ്. ഇതാ കണ്ട, ആ നമ്പറിൽ ഓട്ടോറിക്ഷ അതും അവിടെ തന്നെയുണ്ട്. ഇതാ അങ്ങോട്ട് നോക്കിയേ, മണിച്ചേട്ടൻ്റെ അച്ഛൻ അമ്മ രണ്ടു പേരും മണിച്ചേട്ടനെ നോക്കി തന്നെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാൻ വാക്കുകളില്ല. ഇന്നത്തെ ഒരു ദിവസം നമ്മളൊക്കെ മണിച്ചേട്ടനെ ഓർക്കും. കാരണം മറക്കാൻ നമുക്ക് പറ്റില്ല. മണിച്ചേട്ടനെ അടക്കം ചെയ്തിട്ടുള്ളത് മണിച്ചേട്ടൻ്റെ വീട്ടിലാണ്. അവിടെയൊക്കെ നമുക്ക് കുറച്ച് നേരം പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരിക്കും മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്കറിയാം എന്താണ് മണിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാമായി, പക്ഷേ ഒന്നുമില്ലാണ്ടായി പോയൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു കടയും ഈ ഒരു സ്ഥലവും എന്താ പറയുക, ഈ ഒരു ഇരിപ്പും കാണാത്ത മലയാളികളില്ല. അപ്പോൾ അതെ, ഈ ചേട്ടൻ്റെ കടയിലാണ് ഇതാ ഇവിടെ വന്നിരുന്നിട്ടാണ് ഒഴിവ് സമയങ്ങളിൽ പത്രം വായിക്കുക അല്ലേ? അപ്പൊ മണിച്ചേട്ടനെ പറ്റി 2 വാക്കൊന്ന് പറയാൻ പറ്റുമോ? അതെ അല്ലേ? ശരിക്കും എന്തെങ്കിലും ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറ്റുമോ മണിനെ പറ്റി? പണിയെല്ലാം സഹായ കൊടുക്കും, എന്തോന്ന് ചോദിച്ചാലും കൊടുക്കും, എന്തോ ചോദിക്കും. പക്ഷെ ലാസ്റ്റ് വീട്ടേ ചിലർക്ക് വാങ്ങി കൊണ്ടുപോയി മാത്രമല്ലോ. ഓണായാൽ വിഷു ആയാലും എല്ലാവരും നോക്കിയിരിക്കും. പൈസക്ക് വേണ്ടി ഇവിടെ വലിയായിട്ട് നിൽക്കും. എല്ലാവർക്കും കൊടുക്കും. ഇവിടെ വലിയായിട്ട് നിൽക്കും. വിഷു, ഓണം, ക്രിസ്മസ് എല്ലാം പരിഹരിക്കും, എല്ലാവർക്കും കൊടുക്കും. വന്ന വഴി മറക്കാത്ത ഒരാളായിരുന്നു. പിന്നെ അരി കൊടുത്തപ്പോ ഓരോരുത്തർ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നിർത്തി അരി കൊടുക്കാൻ. അർഹതപ്പെട്ട കൈകളിൽ അല്ലാത്തപ്പോ അദ്ദേഹം ചില കാര്യങ്ങളിൽ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. മിക്കവർക്കും സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ്. എല്ലാവർക്കും സഹായം പറ്റുന്ന രീതിക്കുള്ള സഹായങ്ങളായിരുന്നു. എല്ലാവർക്കും വിട്ടുപോയത് സങ്കടം തന്നെയല്ലേ? ആ പോയല്ല, ഈ ഭാഗത്ത് എല്ലാവർക്കും ചാലക്കുടികൾക്കും ഒക്കെ പോയി. ചാലക്കുടിക്കാർക്ക് തന്നെയല്ല, മലയാളികളും അല്ലാത്തവർക്കും ഒക്കെ പോയി അദ്ദേഹം പോയത് അല്ലേ? എന്തായാലും ഇവിടെ ശ്രദ്ധിച്ചില്ല, പുള്ളിക്കാരെ ശ്രദ്ധിച്ചില്ല. അത്രേ ഉള്ളൂ സംഭവം. എന്തായാലും അവരുടെ വീട്ടുകാരുടെ ദുഃഖത്തിൽ നമ്മളും ചേരുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എല്ലാ പ്രാവശ്യം ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ തിണ്ണയിൽ എന്നെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു ഓട്ടോ ഡ്രൈവർ, നീ ഒരു ഓട്ടോ ഡ്രൈവർ, നീയും നന്നാവണം ജോബി എന്നോട് പറഞ്ഞു. ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമായിട്ട് ചെന്നപ്പോൾ അപ്പോൾ എന്നെ സഹായിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞാനിവിടെ വരും, അദ്ദേഹത്തെ കാണും, അദ്ദേഹത്തെ ഓർക്കും. നമ്മൾ എത്ര വലിയ മനുഷ്യനായാലും കുറച്ച് നാളുണ്ടാവുള്ള വിഷമമൊക്കെ അല്ലേ? 10 കൊല്ലമായിട്ട് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അതൊരു കാര്യത്തില് ഉണ്ട് അല്ലേ? ചേട്ടൻ്റെ പേര്? എന്റെ പേര് മണീന, ശരിക്കും പേര് പോലീന. മണിച്ചേട്ടൻ. ഓക്കെ, വേറൊന്നും പറയാനില്ല. സ്നേഹം മാത്രം, സന്തോഷം.